വണക്കം. വീണ്ടും രാജ്യസഭയിൽ നമ്മുടെ റഹീമണ്ണൻ്റെ തീപ്പൊരി പ്രസംഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രാജ്യസഭയിലിരിക്കുന്ന സ്പീക്കർ പോലും കിടുങ്ങിപ്പോയൊരു പ്രസംഗമാണ് നമ്മുടെ റഹീമണ്ണൻ ഇത്തവണ നടത്തിയിരിക്കുന്നത്. സംഭവം ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും സ്പെല്ലിങ്ങും ഒന്നും തെറ്റിപ്പോകാതിരിക്കാനായിട്ട് അണ്ണൻ ഒരു പേപ്പർ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കാരണം അത് നോക്കിയാണ് അണ്ണൻ വായിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പേപ്പർ എങ്ങാനും പറന്നുപോയി കഴിഞ്ഞാൽ അണ്ണൻ്റെ കാറ്റ് പോകും, അത് വേറൊരു കാര്യം. എന്തായിരുന്നാലും ആ പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് അണ്ണൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കി 2 വരി വായിക്കും. 2 വരി വായിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഈ വായിച്ചതിന് ശേഷം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് എന്ത് പറയുന്നതിന് മുമ്പും ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നത് പോലെയാണ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ്. ഇത് വെച്ച് അണ്ണം പിടിച്ചിരിക്കും. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി, ഊട്ടി ഓഫ് ദ വെൽക്കം ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു എന്ന് നമ്മുടെ ജഗതി നമ്മുടെ കിലുക്കത്തിൽ പറയുന്നത് പോലെ കിലുക്കത്തിലും പറയും. അതുപോലെയാണ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ഓഫ് ദ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ഓഫ് ദ ഐ വുഡ് ലൈക്ക് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അണ്ണം പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ആ പേപ്പറൊക്കെ എടുത്ത് എന്തായിരുന്നു ചർച്ച? എന്തിനെക്കുറിച്ചായിരുന്നു ചർച്ച? ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന വിഷയത്തിൽ. ഈ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന വിഷയത്തിൽ സ്പീക്കർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. യെസ് എന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ അതാ AK-47 കാര്യമൊക്കെ പറയുന്നു. ജഡ്ജി ഇങ്ങനെ തലപൊക്കി നോക്കി. AK-47 അവസാനം ഇരിയട അവിടെ എന്ന് പറഞ്ഞ് റഹീമിനെ മണിയടിച്ച് അവിടെ ഇരുത്തി ജഡ്ജി ആ പ്രസംഗം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എഴുന്നേറ്റതും ഇരുന്നതും ഒരുമിച്ചായിരുന്നു എന്നുള്ളതാണ് ഈ ക്ലിപ്പിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാം. Sir, yes, Rahim, Mr. Rahim. Sir, thank you, sir. Thank you for this opportunity. Sir, we are discussing about the number of judges. Sir, I would like to express my concern over rule of law. Sir, I do believe that judiciary is one of the pillar of our democracy, no doubt. But without the rule of law, neither the judiciary nor our democracy can survive. That is my concern. Sir, they are trying to transform India into a police state. That is my argument. Sir, what is happening on the street? Kindly look at what is happening on the street. Sir, I am raising the point about rule of law. Sir, I am raising about the point of rule of law. See, AK-47 rifles have been used. Sir, just a minute, sir. Sir, I heard the government. Restore the rule of law. ഇതാണ് ആ വിഷ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അണ്ണ എഴുന്നേറ്റു. ഇത് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന സംഭവമാണ്. സർ, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞ അണ്ണൻ തുടങ്ങിക്കഴിഞ്ഞ ശേഷം അത് നമുക്കറിയാലോ. അതായത് പശുവിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആ പശുവിനെ പിടിച്ചുകൊണ്ടുപോയി കോതമംഗലത്തിലൊരു തെങ്ങിൽ കെട്ടിയിട്ട് ആ പശുവിൻ്റെ കയറിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ് അണ്ണൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തു പറഞ്ഞാലും ഇച്ചിരി പോര ഫാസിസം, ഇച്ചിരി പോര ന്യാസിസം, ഇച്ചിരി പോശം മുസോളിനിസം എല്ലാം ഇട്ടില്ലെങ്കിൽ ഒരു ചേരുവല്ല. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നതാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനകത്തൊരു ഗുജറാത്ത് കലാപവും ഹ്യൂലം ബ്രൂണും ഗർഭിണിയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ഒരു ഫാസിസ്റ്റ് മനോഭാവവും ഒക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണം. ജംഗിൾ രാജ്, പോലീസ് റൂൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവമൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മ കിട്ടിയില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ ഒരു ഗുമ്മ് എന്ന് പറയുന്നത് പോലെയാണ് അണ്ണൻ്റെ കാര്യം. പോരാത്ത തന്നെ ഇവിടെ ഈ CPM-ൻ്റെ സമ്മേളനങ്ങളും ഈ CPM-ൻ്റെ സെക്രട്ടേറിയറ്റൊക്കെ ചേരുമ്പം റഹീമിനെ രാജ്യസഭയിലോട്ട് വിട്ടത് CPM-ൻ്റെ നൂറ്റാണ്ടിലെ അബദ്ധമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. കാരണം ബ്രിട്ടാസ് അവിടെ പോയി തള്ളക്കി വിളി കേട്ടു, അത് വേറെ കാര്യം. പക്ഷേ ബ്രിട്ടാസ് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ബ്രിട്ടാസിൻ്റെ ലാംഗ്വേജ് ഉണ്ട്, പക്ഷേ റഹീമിന് ലാംഗ്വേജ് ഇല്ല. പണ്ട് പന്ന്യൻ രവീന്ദ്രനെ പാർലമെൻറ്റിലോട്ട് വിട്ടതുപോലെയാണ്. ഹിന്ദി എന്ന് കേട്ടാൽ കിടുങ്ങുമായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഇംഗ്ലീഷോ അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടല്ലോ എന്ന് പറയുന്നത് പോലെയാണ് പന്ന്യൻ രവീന്ദ്രൻ്റെ കാര്യം. പിന്നെ നമ്മൾ PK ശ്രീമതിയൊക്കെ അവിടെ പോയി. PK ശ്രീമതിയൊക്കെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് കേൾപ്പോ. അതാണ് ആ പ്രസംഗം എന്നൊക്കെ പറയുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തത് കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മുടെ റഹീമണ്ണൻ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അണ്ണൻ്റെ കയ്യിൽ എന്ത് വേണം? ഈ ഒരു സാധനം വേണം. അണ്ണൻ എന്ത് ചെയ്തു? ജഡ്ജിമാരുടെ ഇത് കൂട്ടുന്ന ചർച്ചയാണ്, എണ്ണം കൂട്ടുന്ന ചർച്ചയാണ്. അതിനകത്ത് അണ്ണൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പോലീസ് റൂളാണ് സാർ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് സ്പീക്കർ പറയുന്നുണ്ട്, സാർ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതാണ്. യെസ്, ഐ എം കമ്മിങ് ടു ദാറ്റ്. അതായത് ജഡ്ജിമാർ എന്തുകൊണ്ടാണുള്ളത്? ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഒരു നിയമ സംവിധാനത്തിൽ, ഈ നിയമ സംവിധാനത്തിൽ ജഡ്ജിമാരുടെ മുമ്പിൽ പ്രതികളെ കൊണ്ടുവരുന്നത് ആരാണ്? പോലീസാണ് അല്ലേ? അപ്പോൾ ആ പ്രതികളെ കൊണ്ടുവരുന്നത് പോലീസാണ്. ആ പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? നരേന്ദ്രമോദിയാണ്. മോദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുജറാത്ത് കലാപം നടത്തിയ നരാധമനാണ് മോദി. ഈ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വർഗീയമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ആ ഗുജറാത്തിൻ്റെ സൂചികകളെക്കാട്ടിലും മുമ്പിലാണ് കേരളം നിൽക്കുന്നത്. അത് കൊണ്ടെത്തിച്ചത് ആരാണ്? അത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഇ.ഡി. വേട്ടയാടുകയാണ്. ആ ഇ.ഡിയെ അയക്കുന്നത് ആരാണ്? അത് മോഡിയാണ്. അപ്പോൾ ഈ ഇ.ഡിയെ പിണറായി വിജയനെ വേട്ടയാടുന്നെങ്കിലും സഖാവിൻ്റെ ആ ഒരു വീര്യം ചോർന്നു പോവില്ല. കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ ചെങ്കൊടിയാണ് കരുത്ത്. ഈ ചെങ്കൊടി എടുത്ത് സ്പീക്കറുടെ കയ്യിൽ വെച്ച് തന്നാൽ അത് മാത്രം മതി, ഉയർന്നുയർന്ന് ഓർഗാനിക്കായിട്ട് പല കാര്യങ്ങളും തെവിട്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിളച്ച് കയറിപ്പോന്നു. മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നത് പെല്ലറ്റ് ഗണ്ണുകളും AK-47 ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് നമ്മുടെ A.R. റഹീമൻ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടത് സ്പീക്കർ ഞെട്ടിപ്പോയി. ഇത് ജഡ്ജിമാരെ കണ്ടുകൊണ്ട് മണിയടിച്ച് ഇരിക്കാൻ പറഞ്ഞു അവിടെ. അങ്ങനെ നമ്മുടെ A.R. റഹീമണ്ണനെ അവിടെ ഇരുത്തി. പിന്നെ നമ്മുടെ A.R. റഹീമണ്ണനെ ഇരിക്കാൻ പറയുമ്പോൾ അണ്ണൻ ഈ ഉടയാത്ത ഷർട്ടിൽ സംസാരിക്കുമല്ലോ. അതായത് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ടു എന്നൊക്കെ പറഞ്ഞ് അച്ചടി ഭാഷ ഉണ്ടല്ലോ, ആ അച്ചടി ഭാഷയിൽ സംസാരിക്കുമല്ലോ. മാധ്യമങ്ങൾ ഈ വിഷയം കൂടുതൽ ഏറ്റെടുക്കണം. അണ്ണൻ്റെ ഒരു തനി കൂറ സ്വഭാവം പുറത്തേക്ക് വരികയാണെങ്കിൽ അണ്ണൻ്റെ ശബ്ദം കരകരാന്നാവും. അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അണ്ണൻ്റെ ആ കരകര ശബ്ദം ഉണ്ടല്ലോ, ഈ ചെങ്കൊടിയാണ് കരുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരകരാന്നങ്ങ് കയറിപ്പോവും. അതാണ് എൻ്റെ ശബ്ദം. അപ്പോൾ ആ ഒരു ശബ്ദം അണ്ണൻ ആ സ്പീക്കറിനോട് പിന്നീട് സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് അണ്ണൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അണ്ണൻ തൻ്റെ ദിങ്ങനെ കയ്യിലൊരു ഫോണൊക്കെ പിടിച്ചിട്ട് അണ്ണനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടത് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് രോമാഞ്ചം വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ തരിച്ച് കയറിയാണ് മാധ്യമപ്രവർത്തകർ. അതായത് കമ്മി കുട്ടന്മാരുണ്ടല്ലോ, യവന്മാരുടെ ഷൂ നക്കുന്ന മാധ്യമപ്രവർത്തകന്മാർ, അവന്മാർ വീഡിയോ ഇട്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു, ഇങ്ങനെ ആവണം ഒരു ഒരു പൊളിറ്റീഷ്യൻ, ഇങ്ങനെ ആവണം. അതായത് രാജ്യസഭയ്ക്കകത്ത് നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ് ജനങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ ഹാൻഡിലിൽ വന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ്. ഇങ്ങനെ ആവണം. മാങ്ങാ തൊലി ഉണ്ടം പൊരി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങേര് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങേരുണ്ട്. അങ്ങേര് അത് കാര്യമായിട്ടൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇൻസ്റ്റാഗ്രാം. അപ്പം ഇവിടെ ഇരുന്ന് മാധ്യമപ്രവർത്തകന്മാർ പറഞ്ഞെന്താണ്, രാഹുൽ ഗാന്ധിയുടെ വീഡിയോ 2.5 മില്യൺ, മോദിയുടെ വീഡിയോയോ ഒരു മണിക്കൂറിൽ മോദിയുടെ ലൈവ് കിട്ടത് വെറും 4K. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വേട്ടാവളിയന്മാർ, ഈ അലവലാതി മാപ്രകൾ, നരേന്ദ്രമോദി ഒരു വീഡിയോ ഇട്ടപ്പം ഒരു ദിവസം കൊണ്ട് അത് ലോക റെക്കോർഡായി, ഇൻസ്റ്റാഗ്രാമിൽ ലോക റെക്കോർഡായി. അത് കണ്ട് യവന്മാരെ കിളിപോയെന്ന് മാത്രമല്ല, യവന്മാരെ എണ്ണയും പിണ്ണാക്ക് രണ്ടായിട്ട് യവന്മാരെന്ത് ചെയ്തു, മറ്റേ ഈ നിലാവത്തഴിച്ചു വിട്ട പട്ടിയെ പോലെ യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട്, മോദി അങ്ങനെ ചെയ്യരുത്, മോദി റീൽ സ്റ്റാറാണ്, റീലിടാനാണോ മോദിയെ നമ്മൾ എടുത്തിരിക്കുന്നത്, റീൽ സ്റ്റാറാവാൻ നമ്മൾ എന്നൊക്കെ പറഞ്ഞു. പട്ടാണ് നിനക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല. മോദി വീഡിയോ ഇട്ടില്ലെങ്കിൽ നീയൊക്കെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോയുടെ വ്യൂസും മോദിയുടെ ലൈവ് വ്യൂസും എടുത്ത് താരതമ്യം ചെയ്ത് 2.5 മില്യൺ, മോദി മാറണം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പറയും. മോദി ഒരു റീലിട്ട് കഴിഞ്ഞാൽ നീയൊക്കെ ഇവിടെ നിൽക്കുകയാണ്, മോദി അങ്ങ് നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെ നോക്കണം, വായും തുറന്ന് അങ്ങനെ നോക്കണം. അങ്ങനെയാണ് അങ്ങേര് വരുന്നത്. ഇത് കണ്ട ഉടനെ ബ്രിട്ടാസ് റീലിടാൻ തുടങ്ങി, രാഹുൽ ഗാന്ധി ഇടാൻ തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ റീലിനൊക്കെ കിട്ടുന്ന വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശുഷ്കം, പരിതാപകരം ഇതാണ്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി പണിയെടുക്കേണ്ടത്? റീലിട്ട് കളിക്കുകയാണോ പ്രധാനമന്ത്രി? അയാൾക്ക് ചെയ്യാൻ വരെ പണിയൊന്നുമില്ലേ, നാണമില്ലേ ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള കമ്മി അച്ചടി ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങനെ നാക്കിട്ട് വാരിപ്പൂഷാം. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അല്ല നിന്നെ എന്നും കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. നീയൊക്കെ വെറും വേസ്റ്റുകളാണ് എന്ന് മനസ്സിലാക്കുക, ടു ബി ഫ്രാങ്ക്. എന്തായിരുന്നാലും അങ്ങനെ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റഹീം റീലിട്ടപ്പോൾ അയ്യോ ഇതാണ് മാതൃക, ഇങ്ങനെ വേണം ചെയ്യാൻ, അയ്യോ ഒരു കൊട്ട ലൈക്ക് എന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ അവിടെ കിടന്ന് തള്ളി മറിയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന് കുന്തത്തിനാണ് അവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ ഒന്നും മനസ്സിലാവുന്നില്ലടേ എന്നുള്ളതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. ആ മൊട്ട അരുൺകുമാർ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം VD സതീശനാണെങ്കിൽ ബൈമിയ കോഫി എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് കയറിയെന്ന് വിളിച്ച് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനാണ് VD സതീശൻ പോയെന്ന്. എൻ്റെ പള്ളി, സത്യം പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ മറ്റേ ഡോക്ടറേറ്റ് എടുത്ത് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കണം.
ഇതൊക്കെ ഉള്ളതാണോ കള്ളമെന്ന് നമുക്കറിയണ്ടേ? മോദിയുടെ സർട്ടിഫിക്കറ്റ് 24 മണിക്കൂറും ചോദിക്കണതാണ്. അപ്പോൾ കാണാം കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ക്രിമിയടിയുണ്ടോ? ക്രിമിയടിയുണ്ടെങ്കിൽ കുറച്ച് കപ്പയ്ക്ക എടുത്ത് കഴിക്കുക, എങ്കിൽ അതങ്ങ് മാറും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ എനിക്ക് ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. തിലകം പറയുന്നത് പോലെ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അപ്പോൾ ശരി.